എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. 2026 വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് LDC നോട്ടിഫിക്കേഷൻ. അപ്പൊ ഈ നോട്ടിഫിക്കേഷനെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഒന്ന്, നിലവിലെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 503/2023. ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 6 മാസമായിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 2.7% മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ. അത് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. കാര്യം ഒരു സെൻട്രൽ എക്സാം നോക്കുകയാണെങ്കിൽ, ഒരു റെയിൽവേ എക്സാം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വേക്കൻസി ഇട്ടാണ് അവർ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ഇപ്പോ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നു, 22,195 വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വന്നു. NTPC നോട്ടിഫിക്കേഷൻ വന്നു, 8,850 വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അപ്പൊ ഒരു രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു എക്സാമിന് വേക്കൻസി കൃത്യമായിട്ട് അക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിന് ഉറപ്പായിട്ടും ആ ഗവൺമെന്റ് മിഷണറി വിചാരിച്ചാൽ കൃത്യമായിട്ട് വേക്കൻസികൾ മുൻകൂട്ടി അറിയാൻ പറ്റും. കാര്യം പുതിയ നിയമനങ്ങൾ എവിടേക്കാണ് നടത്തേണ്ടതെന്ന് അവർക്കറിയാം, ആരൊക്കെയാണ് റിട്ടയർ ആവേണ്ടതെന്ന് അവർക്കറിയാം, എത്രത്തോളം നിയമനം നടക്കുമെന്ന് അവർക്കറിയാം. അപ്പോ ഒരു മെഷീനറി ഒരു 6 മാസം വർക്ക് ചെയ്താൽ വേക്കൻസികൾ മൊത്തം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അത് ഗവൺമെന്റ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്, അതിൽ ഇടപെടേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ തന്നെ നിർത്തേണ്ടത് അത് ഒരു സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആര് ഭരിച്ചാലും, ഏത് പാർട്ടി ഭരിച്ചാലും നമുക്ക് എന്താണ് വേണ്ടത്? ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് വേണ്ടത്, നമുക്ക് ഒരു ജോലി വേണം. ഇപ്പൊ ഒരു LDC കിട്ടി ആരും കോടീശ്വരനാവാൻ പോകുന്നു, അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കാൻ ഒരു ജോലി, ഒരു തൊഴിൽ സാഹചര്യം ഒരു ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവന് ഒരു ഭക്ഷണം കൊടുക്കണം, അവനൊരു വീട് വേണം, അവന് ഒരു വസ്ത്രം വേണം, ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി വന്നാൽ ഒരു സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവൻ വയസ്സായി കഴിഞ്ഞാൽ അവനെ നോക്കേണ്ടതും ആ സ്റ്റേറ്റിന്റെ കടമയാണ്. ഇതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെങ്കിൽ ഇത്രയും ചെയ്യേണ്ടത് ഒരു ഡൗട്ടും ഇല്ല, അത് ഗവൺമെന്റ് തന്നെയാണ്. രണ്ടാമതായിട്ട്, കോവിഡ് കാരണം എല്ലാവരുടെയും 2 വർഷങ്ങൾ പോയിട്ടുണ്ട്. 2 വർഷം. 2020, 2021 എല്ലാവരും വീട്ടിലിരിക്കുക. 2022 മുതലാണ് ഒന്ന് പുറത്തിറങ്ങി തുടങ്ങിയത്. അപ്പോ ഒരു നാഷണൽ വൈഡ് എക്സാമിന് SSCക്ക് ഏജ് റിലാക്സേഷൻ കൊടുക്കാൻ പറ്റും, RRBക്ക് ഏജ് റിലാക്സേഷൻ കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള സ്റ്റേറ്റുകൾ തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ, ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്ക് ഒരു തവണ ഏജ് റിലാക്സേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും PSCക്കും അത് കൊടുക്കാൻ പറ്റേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ചർച്ചകളൊക്കെ അവസാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ഇത് കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഒരുപാട് പേരുടെ അങ്ങനെ കൊടുത്താൽ ഒരുപാട് പേരുടെ പ്രാർത്ഥന അത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അത് ഗവൺമെന്റിന്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടേ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ആ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരോട് ചെയ്യുന്ന ഒരു മോശമാണ്. ഓക്കെ, ഇനി LDCയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒരു സാധാരണഗതിയിൽ 10,000 നിയമനങ്ങളാണ് LDCക്ക് അത് നടക്കുന്നത്. അതായത് മുമ്പ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 14 ജില്ലകളിലായിട്ട് അത്രത്തോളം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. ഏറ്റവും അധികം കേരള PSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഒരു എക്സാം. അപ്പോ വരാൻ പോകുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഒരിക്കലും അത്രത്തോളം നടക്കുമെന്നൊന്നും പറയുന്നില്ല. കാര്യം എനിക്കറിയാം, നമ്മൾ ഭാവിയിലേക്ക് പോകുമ്പോൾ ഓട്ടോമേഷൻ സംഭവിക്കും, ടെക്നോളജി ഭയങ്കരമായിട്ട് ഇംപ്ലിമെന്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് പണ്ട് നമുക്ക് ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്ന് ഗവൺമെന്റ് ഓഫീസിലേക്ക് പോവേണ്ട ആവശ്യമില്ല. ഇവൻ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ അവസാനമായി ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയത് എന്നാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയില്ല. കാര്യം എല്ലാം എനിക്ക് വീട്ടിലെ കറണ്ട് ഉണ്ട്, ഞാൻ KSEBിൽ ഫോൺ പേയിൽ ബില്ലടയ്ക്കുന്നുണ്ട്, അടുത്ത വാട്ടർ കണക്ഷൻ ഉണ്ട്, ബില്ലടയ്ക്കുന്നുണ്ട്. ഇപ്പൊ വീടിന്റെ ടാക്സ് അടയ്ക്കുന്നത് ഓൺലൈനായിട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അക്ഷയയിൽ പോയാൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെക്നോളജി ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹ്യൂമൻ പവർ കുറയത്തേ ഉള്ളൂ. അപ്പൊ ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഞാനൊരു 80% മാത്രമേ പറയുന്നുള്ളൂ. അതായത് 10,000 നടന്നുവെങ്കിൽ അടുത്ത വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിനകത്ത് ചിലപ്പോൾ ഒരു 8,000-ഓളം അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെയും നിങ്ങൾ മനസ്സിലാക്കണം, ഈ 8,000 എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്പർ അല്ല. അപ്പോഴും കേരള PSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്നത് ഏത് തന്നെയായിരിക്കും? LDC തന്നെയായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ LDC എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരുപാട് പേര് പഠിച്ചു തുടങ്ങി കാണും. അതായത് 12 ലക്ഷത്തോളം ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 ലക്ഷത്തോളം ആൾക്കാർ, 12 ലക്ഷത്തി സംതിങ് ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ LDC നോട്ടിഫിക്കേഷനകത്ത് 16 ലക്ഷത്തിലധികം ആൾക്കാർ അപ്ലൈ ചെയ്തു. ഇപ്പൊ ആപ്ലിക്കൻസിൽ ഒരു 4 ലക്ഷത്തോളം ആൾക്കാർ കുറവാണ്. അവിടെയും ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം,
എന്തുകൊണ്ടാണ് കുറയുന്നത്? ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷം. ഒരു എക്സാം നടക്കുന്ന കാലയളവ് 5 വർഷമാണ്. അതായത് ഞാൻ കഴിഞ്ഞ LDC എടുക്കുകയാണ്. 2023 നോട്ടിഫിക്കേഷൻ വന്നു, 2024 എക്സാം കഴിഞ്ഞു, 2025 റാങ്ക് ലിസ്റ്റ് വന്നു. ആ റാങ്ക് ലിസ്റ്റിന് 2028 വരെ കാലാവധിയുണ്ട്. അപ്പൊ 23 വന്ന നോട്ടിഫിക്കേഷൻ അത് അവസാനിക്കുന്നത് 2028 5 വർഷമാണ്. അപ്പൊ ഈ 5 വർഷം ഒരു എക്സാമിനെ ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഈ 5 വർഷം മാറ്റിവെച്ച് പഠിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവന്റെ ലൈഫ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു ഗവൺമെന്റ് തീർച്ചയായിട്ടും കാണുക തന്നെ വേണം. അത് കാണുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് മക്കളെ, ഈ 5 വർഷം ഇതാരും പറയത്തില്ല കേട്ടോ. എല്ലാവരും ഈ മോഹന വാഗ്ദാനങ്ങൾ മാത്രമേ തന്ന് മുമ്പോട്ട് പോകത്തുള്ളൂ. പക്ഷേ ഈ 5 വർഷം നമ്മളൊരു എക്സാമിന് മാറ്റിവെക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ ഒരു എക്സാമിന് ഉഴപ്പിയാൽ, നിങ്ങളൊരു എക്സാമിന് പഠിക്കാതിരുന്നാൽ, ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എടുക്കുകയാണ്, ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പരീക്ഷ. 2027 എക്സാം നടക്കുന്നു, 2026 എക്സാം നടക്കുന്നു, 2027 മാർച്ചിൽ റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റ് 2030 വരെ കാലാവധിയുണ്ട്. ഒരു കുട്ടി ഈ എക്സാം സ്കിപ്പ് ചെയ്യാണെന്ന് സങ്കല്പിച്ചോ. നിങ്ങളിപ്പോ ഒരു ഡിഗ്രി ലെവൽ പഠിച്ചൊരു കുട്ടിയാണ്, ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല, ഉഴപ്പൊന്ന്. എന്ത് സംഭവിക്കും? അടുത്ത് ഇത്രയും നിയമനം നടക്കുന്ന മറ്റൊരു റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഇത് തന്നെ വീണ്ടും വരണം. എപ്പോഴാ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ? 2030 വരത്തുള്ളൂ. വർഷം ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ? 2026 ആയിട്ടുള്ളൂ. അതായത് നമ്മൾ ഓരോ എക്സാമിനും ഉഴപ്പുകയാണ്. ഓരോ എക്സാമിനും നമ്മളൊന്ന് ഉഴപ്പുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 4-5 വർഷങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെന്റിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമില്ല, പഠിക്കുന്ന ഓരോ കുട്ടിയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ LDCക്ക് നിങ്ങൾ കഴിഞ്ഞതിലെ നിയമനം കുറവാണ്, 70%, 80% മാത്രമേ നടക്കത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പഠിക്കണ്ട. അങ്ങനെ വെച്ചാൽ ആർക്ക് മാത്രമേ നഷ്ടമുള്ളൂ? നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അതിനകത്ത് വേറെ ആർക്കും ഒരു നഷ്ടം അതിനകത്ത് വരുന്നില്ല. അപ്പൊ ഞാൻ പറയാൻ വന്ന പോയിന്റ്, ഇപ്പോ നിങ്ങൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഈ LDC ആണ്. ആ LDCക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ അതിന്റെ നെഗറ്റീവ്സ് ആദ്യം പറഞ്ഞിട്ട് പോസിറ്റീവിലേക്ക് വന്നേ ഉള്ളൂ. കാര്യം ഇത് നമ്മൾ മനസ്സിലാക്കണം. ഫാക്ട് ഇതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ആദ്യ റാങ്കുകളിൽ വരാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റണം, ആദ്യ റാങ്കുകളിൽ എത്താൻ പറ്റണം, അത്രയും എഫേർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. കാര്യം നിങ്ങൾ ആദ്യമേ പഠിച്ചു തുടങ്ങാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ജോലി കിട്ടുമോ കിട്ടത്തില്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല. കാര്യം ഇത്ര നേരത്തെ നല്ലൊരാള് എന്താ പറയുക, എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങത്തില്ല. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത്ര നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പൊ അത്രയും നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൂ, റാങ്ക് ലിസ്റ്റിന്റെ 50-നകത്ത് വരണോ 100-നകത്ത് വരണോ? അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. മറ്റു നമ്മൾ അവസാനം പഠിക്കാൻ നിന്നാൽ പിന്നെ കൺഫ്യൂഷൻ വരുന്നത് എന്തിലായിരിക്കും? ജോലി കിട്ടുമോ കിട്ടത്തില്ല, അതിലായിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. പക്ഷേ നമ്മൾ ആദ്യമേ പഠിച്ചാൽ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, 50-നകത്ത് റാങ്ക് വരണം, 100-നകത്ത് റാങ്ക് വരണം. അപ്പൊ ആദ്യം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ബാക്കി ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ ഫോക്കസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഭാവിയെ കൊമ്പളഞ്ഞു പോകത്തുള്ളൂ. അപ്പൊ തിരിച്ചു വരാം നമുക്ക്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. ഈ സേവ് LDC 503/2023 ആ ഒരു റാങ്ക് ലിസ്റ്റിനെ സേവ് ചെയ്യണമെന്നുള്ള ആദ്യമായിട്ട് ഒരു വീഡിയോ ഇട്ട ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം ഞങ്ങളാണ്. ബാക്കി ആരും മിണ്ടിയിട്ടില്ല. ആ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അത് നമുക്ക് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു LDC ബാച്ച് അന്ന് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒരു LDC ബാച്ചിൽ ഒന്നുമില്ല. പക്ഷെ പഠിക്കുന്ന ഓരോ കുട്ടിയോടും സൂപ്പർ നോട്ട്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് അങ്ങറ്റം വരെ കാണും. അതാണ് ഞങ്ങളുടെ മോട്ടോ, ഞങ്ങളുടെ ലക്ഷ്യം, എല്ലാം അതാണ്. തിരിച്ച് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം. നോക്കുക. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് കാറ്റഗറി നമ്പർ 503/2023 നോട്ടിഫിക്കേഷൻ വന്നത് 2023 നവംബർ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ഇപ്പോഴും 2026 ഒക്ടോബർ നവംബർ മാസത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. മക്കളെ, ഒക്ടോബർ വലിയ മാസമൊന്നുമില്ല. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 7 മാസം കൂടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാൽ വളരെ പെട്ടെന്ന് എക്സാം കാണും. ഒരു 6 മാസത്തിനകത്ത് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അവിടെ 14 ജില്ലകളിലേക്കാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ജില്ലാതല എക്സാം ആണ്. ഒരു പരീക്ഷ മാത്രമേ കാണത്തുള്ളൂ. ആ സിലബസ് നേരത്തെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പഴയ സിലബസ് നോക്കുകയാണെങ്കിൽ ആ സിലബസിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. നോക്കുക, ഇതുവരെ നിലവിൽ ഓരോ ജില്ലയിലും ഇപ്പൊ എറണാകുളത്തേക്കാണെങ്കിൽ 43 അഡ്വൈസ് 6 മാസത്തിൽ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴയ റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ 10,000-ലധികം നിയമനം നടക്കാം. പക്ഷെ പുതിയതിലും നമുക്ക് 80% നമുക്ക് പ്രതീക്ഷിക്കാം. ഫുള്ള് ഞാൻ പറയുന്നില്ല. അപ്പോ ഇത്രയും നിയമനങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഇത്രയും നിയമനം നടക്കുന്ന കേരള PSCയുടെ മറ്റൊരു എക്സാം ഇല്ല. ആ ഒരു ഫാക്ടും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇനി സിലബസിലേക്ക് പോകുമ്പോൾ ഈ കാണുന്നതാണ് സിലബസ്. എന്താ സിലബസ്?
ഹിസ്റ്ററി 5 മാർക്കുണ്ട്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരളം ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 5 മാർക്ക്, IT 3 മാർക്ക്, ദെൻ സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്, ദെൻ മാത്സ് മെന്റൽ എബിലിറ്റി 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്ക്. എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? നേരത്തെ തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോന്നിനും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലബസും തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മക്കളെ, നിങ്ങൾ നാളെ ഇതേപോലെ ഒരു കണ്ടീഷനിൽ വരാം. നേരത്തെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു കണ്ടീഷനിൽ വരാം ഞാൻ പറയുന്നു. പക്ഷെ അതിനെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ എന്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം നമുക്ക് വരാൻ ശ്രമിക്കണം. ആ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ പേരുകൾ നമ്മുടേതാക്കാൻ നമുക്ക് പറ്റണം. അപ്പോ നമുക്കൊരു ടെൻഷന്റെ ആവശ്യം വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയാണ് നമ്മുടെ ആ സമയത്ത് നമ്മുടെ കൺഫ്യൂഷൻ എന്തായിരിക്കണം, എത്രയായിരിക്കണം നമ്മുടെ റാങ്ക്? 50-നകത്തായിരിക്കോ 100-നകത്തായിരിക്കോ? ആ കൺഫ്യൂഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാനിപ്പോ ഫസ്റ്റ് റാങ്ക് ആണോ സെക്കൻഡ് റാങ്ക് ആണോ അതൊന്നും ഞാൻ പറയുന്നില്ല. 50-നകത്തും 100-നകത്തും ഒരാളെ കൊണ്ട് ഇപ്പോഴും പഠിച്ചാൽ ഈസി ആയിട്ട് ഒരു 2-3 മണിക്കൂർ, 2 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും മാറ്റി വെച്ചാല് അയാൾക്ക് ആ 50-നകത്തും 100-നകത്തും വരാൻ പറ്റും. അപ്പൊ വലിയൊരു അവസരം നിങ്ങളെ മുമ്പിലേക്ക് വരികയാണ്. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ അവസരത്തെ ചൂസ് ചെയ്യണം, ആ അവസരത്തെ കളയണം. അല്ലെ, നിങ്ങൾ ജനിച്ച കഥ മുതൽ ഇതുവരെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നിങ്ങൾ വന്നത്. നിങ്ങളുടെ ലൈഫ് ഈസി ആയിരുന്നോടാ? ഇതുവരെ നിങ്ങളുടെ ലൈഫ് ഈസി ആയിരുന്നു? അല്ല. എന്റെ ലൈഫ് ഈസി അല്ലായിരുന്നു. നിങ്ങളുടെ ലൈഫ് ഇതുവരെ ഈസി ആണോ? അല്ല. ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് നിങ്ങൾ ഇതുവരെ എത്തിയത്. അപ്പോ പഠിച്ചു തുടങ്ങിക്കോ. എങ്ങനെയാണ് നിങ്ങൾ അതിജീവിച്ചത്? ഹാർഡ് വർക്ക് കൊണ്ടാണ് നിങ്ങൾ അതിജീവിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഓർമ്മയില്ലേ? ഒന്ന് ലൈഫ് ഒന്ന് തിരിഞ്ഞു നോക്കേ. എന്തോരം കല്ലും മുള്ളും നടന്ന വഴിയിലൂടെയാണ് നിങ്ങൾ കയറി വന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്തു എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മേലിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. ഓക്കെ, ഇനി വരാൻ പോകുന്ന LDCയുടെ ഏജ് ലിമിറ്റ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നോക്കുക, നിലവിലെ സാഹചര്യം അനുസരിച്ച്, അതായത് ഏജ് ലിമിറ്റ് ഉയർത്തുമ്പോൾ അത് സർക്കാർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്, അത് നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ LDC 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2-1-1990 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 2-1-1987 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC/ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്, 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. മീൻസ് 2-1-1985 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് നിലവിലുള്ള ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, നമ്മൾ സൂപ്പർ നോട്ട്സ് ഏറ്റവും നല്ലൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ മാർച്ചിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് 2-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മക്കളെ, ഇതിനകത്ത് ബേസിക് എന്താണ് നമുക്ക് വേണ്ടത്? ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സൂപ്പർ നോട്ട്സ് ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഒരു ഫാക്കൽറ്റിയെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ഫാക്കൽറ്റി ടീമിനെ നോക്കുക. ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും നമ്മുടെ ഫാക്കൽറ്റി ടീമിലുള്ളത്. ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ഏറ്റവും നല്ല നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു അതിലേറ്റവും നല്ല നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കാണും. കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് അതിനകത്ത് കാണും. കാര്യം എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ കാണും. നിങ്ങൾ ജോയിൻ ചെയ്താൽ ഒരിക്കലും നമ്മൾ ഡിറ്റാച്ച് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും ആ ഫയർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ആദ്യമേ ഉള്ളൊരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നന്നായിട്ട് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജോയിൻ ചെയ്തോളാം. കുറച്ച് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, വെറും 250 പേര്. അല്ലാതെ സൂപ്പർ നോട്ട്സിന്റെ ഒരു ബാച്ചിലും 1000 പേരോ 2000 പേരോ കാണത്തില്ല. അപ്പൊ നമുക്ക് ഇപ്പോൾ ഡിഗ്രി ലെവൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എല്ലാ ബാച്ചുകളിലും കൂടെ ഒരു 2000 പ്ലസ് കുട്ടികൾ അല്ലെങ്കിൽ 2500 പ്ലസ് കുട്ടികൾ നമുക്ക് കാണും. പക്ഷെ അത് നമ്മൾ ബാച്ച് സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. കാര്യം നമുക്ക് നമ്മുടെ കുട്ടികളെ നന്നായിട്ട് നോക്കിയേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ബാച്ചിനകത്ത് ഒരു 2000 പേര് വന്നു, അല്ലെങ്കിൽ 3000 പേര് വന്നു, 10000 പേര് വന്നു, നമുക്ക് നോക്കാൻ പറ്റത്തില്ല. നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുട്ടിയുടെ സംശയത്തിന് പോലും മറുപടി കൊടുക്കാൻ പറ്റത്തില്ല. ഒത്തോ ഇങ്ങനെ ഒരു വായിച്ചിങ്ങ് പോകും. അപ്പൊ അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽസും ഏറ്റവും നല്ല ക്ലാസ്സും നമുക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് സൂപ്പർ നോട്ട്സിന്റെ വിജയം. നമ്മൾ കഴിഞ്ഞ 1 വർഷം 3 മാസം കൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു എഡ്യൂടെക് പ്ലാറ്റ്ഫോം ആയിട്ട് മാറി? ആ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് നമ്മളെ മുന്നിലേക്ക് നയിച്ച ഒരേ ഒരു ഫാക്ടർ. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ സൂപ്പർ നോട്ട്സിന്റെ ക്ലാസ് മോശമാണെന്ന്? കേൾക്കത്തില്ല.
അവിടെ ഏറ്റവും നല്ലൊരു ടീമായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർച്ച് 2 നമ്മുടെ LDCയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ, ബാച്ചിന്റെ പേര് LDC ബാച്ച് 1 എന്നാണ് ബാച്ചിന്റെ പേര്, ജസ്റ്റ് 1. കാര്യം ഉദ്ദേശിക്കുന്ന ഇതാണ്, ഫ്രം 0 to ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. അതായത് ഒന്നും അറിയാത്തൊരു കുട്ടി, പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പോഴേ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോടാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 82812266 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, സീറ്റ് ബുക്ക് ചെയ്തോ, നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, താങ്ക് യു.